ഒറിജിനലി ടിബറ്റുകാരായവർ മ്യാൻമാറിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. ശേഷം മ്യാൻമാറിലെ പല പ്രശ്നങ്ങൾ കാരണം 18th സെഞ്ച്വറിയിൽ തായ്ലാൻഡിൽ അഭയാർത്ഥിയായി വരികയായിരുന്നു. 50,000-ലധികം ആൾക്കാർ ഇപ്പോഴും തായ്ലാൻഡിലെ മലയോര പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട്. തായ്ലാൻഡിൽ ജീവിക്കുന്ന ചില വ്യത്യസ്തരായ മനുഷ്യരെ കാണാനാണ് പോകുന്നത്. ഏകദേശം 20 കിലോമീറ്ററിനകത്ത് ദൂരമുള്ളതുകൊണ്ട് ഞാൻ ബൈക്ക് റെൻ്റ് ചെയ്താണ് പോകുന്നത്. 280 തായ് ബാട്ടാണ് ബൈക്ക് റെൻറ്റിനായി ചിലവായത്. 24 മണിക്കൂർ നേരം. ഡെപ്പോസിറ്റിന് വേണ്ടി പാസ്പോർട്ടോ അല്ലെങ്കിൽ ഉയർന്ന തുകയോ ഇവരാവശ്യപ്പെടാറുണ്ട്. ഞാൻ ഡെപ്പോസിറ്റായി പാസ്പോർട്ടാണ് നൽകിയത്. വണ്ടി തിരികെ ഏൽപ്പിക്കുമ്പോഴേക്കും പാസ്പോർട്ട് അവർ തിരികെ തരുന്നതാണ്. വണ്ടി എടുക്കാൻ നേരം ഫ്യൂവൽ എത്രത്തോളം ഉണ്ടായിരുന്നോ തിരികെ ഏൽപ്പിക്കാൻ നേരത്തും അത്രയും ഫില്ല് ചെയ്ത് ഏൽപ്പിച്ചാൽ മതിയാവും. ഒറിജിനലി ടിബറ്റുകാരായവർ മ്യാൻമാറിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു. ശേഷം മ്യാൻമാറിലെ പല പ്രശ്നങ്ങൾ കാരണം 18th സെഞ്ച്വറിയിൽ തായ്ലാൻഡിൽ അഭയാർത്ഥിയായി വരികയായിരുന്നു. 50,000-ലധികം ആൾക്കാർ ഇപ്പോഴും തായ്ലാൻഡിലെ മലയോര പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട്. ഇവരുടെ കഴുത്തിൽ കിടക്കുന്ന മെറ്റൽ ഏകദേശം 3 കിലോഗ്രാം അതിനുള്ളിൽ ഭാരം വരുന്നുണ്ട്. പുലി കടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് കഴുത്തിൽ ഈ റിങ് ധരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതൊരു ഫാഷനും ബ്യൂട്ടിക്കും വേണ്ടി ധരിക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകാർ ഇവരുടെ സംസ്കാരം കാണുവാനായി വരുന്നത് കൊണ്ട് ഇവർക്കതിൽ വരുമാനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഏകദേശം കുട്ടിക്ക് 5 തൊട്ട് 6 വയസ്സ് പ്രായമുള്ളപ്പോഴേ കഴുത്തിൽ ഈ റിങ് ധരിക്കാൻ തുടങ്ങുന്നുണ്ട്. 300 തായ് ബാട്ടാണ് ഇതിനുള്ളിൽ പ്രവേശിക്കുവാനായി ഫീസ് ഈടാക്കുന്നത്. പൗരത്വമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് യാത്രാ വിലക്കുകളും നിലവിലുണ്ട്. കളക്ട് ചെയ്യുന്ന എൻട്രൻസ് ഫീസിൽ നിന്നും ഇവർക്ക് ഫുഡും റേഷനും ലഭിക്കുന്നുമുണ്ട്. ഇതിനുള്ളിൽ ജീവിക്കുന്ന റെസിഡൻസ് അവർ കൈത്തൊഴിൽ ചെയ്തും അവരുടെ വരുമാനം കണ്ടെത്തുന്നുണ്ട്.